ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, അതായത് നമ്മുടെ പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏക മാർഗം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പല പല ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദ്യം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത്തരം പ്രശ്നത്തിലുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് സെർച്ച് ചെയ്തിട്ട് ഗ്രേഡിയന്റ് അക്കാഡമി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും. ഇനി ഈ ചാപ്റ്ററിന് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം പറയുന്നത് ഇതാണ്: സീ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. ഇത് എന്ത് ഗ്രാഫാണ് തന്നിരിക്കുന്നത്? നമുക്കറിയാം, ഒരു ഗ്രാഫിൽ നമ്മൾ പേര് കൊടുക്കുന്നത് അവിടുത്തെ വൈ ആക്സിസിൽ എന്താണ്, എക്സ് ആക്സിസിൽ എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ഗ്രാഫാണ്? ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ ഈ തന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ സ്കെയിൽ ടേക്കൺ ഇൻ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. ഈ ഗ്രാഫിൻ്റെ സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കെയിൽ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, എക്സ് ആക്സിസ് നിങ്ങൾക്കറിയാം, ഈ ഓരോ പോയിൻറ്റും നമ്മുടെ ഗ്രാഫ് പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഓരോ പോയിൻറ്റും എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വലാണ്? 1 സെൻറ്റിമീറ്ററിന് ഈക്വലാണ് അല്ലേ? നമ്മൾ ഏത് ഗ്രാഫ് പേപ്പർ എടുത്താലും അതിൽ ഈ ബേസിക് ആയിട്ടുള്ള ഒരു കോളം എന്ന് പറയുന്നത് അല്ലേ, നമ്മളിവിടെ നോക്കി കാണാൻ പറ്റുന്ന ഈ ഒരു കോളത്തിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, എക്സ് ആക്സിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വലാണ്? നോക്കി, ഇവിടെ 0, ഇവിടെ 2. അപ്പോൾ 0, 2, 2 കഴിഞ്ഞ് എത്രയാണ്? 4, 4 കഴിഞ്ഞ് എത്രയാണ്? 6. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് കാണിക്കുന്നത്? 2 യൂണിറ്റിനാണ് കാണിക്കുന്നത്. 2 എന്ത് യൂണിറ്റ്? 2 ടൈമിനാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ 2 സെക്കൻഡിനാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഓരോ സെൻറ്റിമീറ്ററും 2 സെക്കൻഡിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ വൈ ആക്സിസിനകത്തുള്ള 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വലാണ്? നോക്കാം. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 10 ആണ്. അടുത്ത് 20 ആണ്. 30, 40. അപ്പോൾ എത്രയാണ്? 10 യൂണിറ്റാണ്. 10 എന്ത് ഇവിടെ തന്നിട്ടുണ്ട്? 10 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലെ 1 സെൻറ്റിമീറ്റർ 2 സെക്കൻഡിനും വൈ ആക്സിസിലെ 1 സെൻറ്റിമീറ്റർ 10 മീറ്ററിനും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സി ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ 4th സെക്കൻഡ്. ഓക്കെ, 4ാമത്തെ സെക്കൻഡിൽ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് 4ാമത്തെ സെക്കൻഡ്. പൊസിഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഗ്രാഫിൻ്റെ ആ പോയിൻറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോവുക. അതൊരു ലൈനിൽ പോയി മീറ്റ് ചെയ്യും. അവിടെ നേരെ എക്സിലോട്ട് കൊണ്ടുപോവുക. നമുക്ക് കിട്ടുന്നു എത്രയാണ്? സിയുടെ ഉത്തരം 20 മീറ്റർ ദൂരത്തിലാണ്. എത്ര ദൂരത്തിലാണ്? 20 മീറ്റർ. അപ്പോൾ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ 4th സെക്കൻഡ് എന്ന് വെച്ചാൽ ദ ഒബ്ജക്റ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ എവേ. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ എവേ. എവിടെ നിന്ന്? ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 20 മീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഡി ചോദിച്ചിട്ടുണ്ട് എന്താണ്? ഫൈൻഡ് ദ ടൈം അറ്റ് വിച്ച് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കം 50 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് 50 മീറ്റർ ആകുന്ന സമയം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാനും സിമ്പിളാണ്. ഗ്രാഫിനെ കൊണ്ടുപോവുക, മീറ്റ് ചെയ്യുക, താഴോട്ട് കൊണ്ടുപോവുക. നമുക്ക് കിട്ടുക എത്രയാണ്? 10 ആണ്. ഓക്കെ, 10 സെക്കൻഡ് സമയം കൊണ്ടാണ് ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചത്? 50 മീറ്റർ ദൂരം സഞ്ചരിച്ചത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 സെക്കൻഡ്. ഓക്കെ, ആദ്യ 4 സെക്കൻഡുകളിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറയുന്നൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ബേസിക് ഫോർമുല എന്താണത്? അത് വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ഗ്രാഫിലോട്ട് നോക്കാം. ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 4 സെക്കൻഡ് സമയം കൊണ്ട് വെലോസിറ്റി വന്ന മാറ്റം എത്രയാണ്? ആദ്യം 0 ആയിരുന്നു, അത് കൂടി എത്ര എത്തി? 2 മീറ്റർ പെർ സെക്കൻഡ് എത്തി.
അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം എത്രയായിരുന്നു? 0 ആയിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 സെക്കൻഡിൽ 0 മീറ്റർ ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണത്? അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. അതിനുവേണ്ടി എടുത്ത സമയം ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ 4 സെക്കൻഡിൽ എന്നാണ്. അപ്പോൾ എത്രയാണ് ടൈം എന്ന് പറയുന്നത്? 4 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 മൈനസ് 0/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്കറിയാം 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണത്? അത് 0.5 ആണ്. ഓക്കെ, അപ്പോൾ 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ ആണ്. സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അടുത്ത് കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂറിങ് ദ ലാസ്റ്റ് 2 സെക്കൻഡ്സ്. സെയിം ലോജിക്ക് അല്ലേ? അവസാനത്തെ 2 സെക്കൻഡുള്ള ആക്സിലറേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവസാനത്തെ സെക്കൻഡ് എന്ന് വെച്ചാൽ 4-ൽ നിന്നും 6 ആകുന്ന സമയം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി 2 ആണ്. 6 സെക്കൻഡ് ആയപ്പോൾ അത് കുറഞ്ഞ് എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്താ കണ്ടുപിടിക്കാനുള്ള? ആക്സിലറേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ആരും ചാടിക്കയറി 0 എന്ന് പറയരുത്. കാരണം A to B അല്ലെ ഗ്രാഫിക് കാണുന്ന A തൊട്ട് B വരെയുള്ള കാര്യം ചോദിച്ചേക്കുന്നത്. അതാണ് അവസാനത്തെ 2 സെക്കൻഡ്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണത്? അത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രാഫിൻ്റെ അല്ലേ ലാസ്റ്റ് നമ്മുടെ എക്സ് ആക്സിസ് പോയി ചേർന്നേക്കണം. അപ്പോൾ എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. അതിനടുത്ത സമയം എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് V - U/T ആണ്. അപ്പോൾ 0 - 2/2 ആണ്. അതായത് -2/2 ആണ്. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് -1 ആയിരിക്കും. യൂണിറ്റ് മറക്കണ്ട, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് എന്താ ബി പാർട്ടിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. സി പാർട്ടുണ്ട്. യൂസിങ് ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ 6 സെക്കൻഡ്. ഇതേ ഗ്രാഫ് വെച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ വഴി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ വഴി എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മളതിലുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏരിയ എടുക്കുകയാണെങ്കിൽ അത് എന്ത് തരും? അത് ഡിസ്പ്ലേസ്മെൻറ്റിനെ തരും. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ. ഓക്കെ, ആരുടെ ഏരിയ? ഏരിയ ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, ഏരിയ ഓഫ് ദ ഗ്രാഫ് അല്ല, സോറി, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിളിൻ്റെ പേര് OAB എന്നാണ്. അപ്പോൾ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം എന്താണ്? ഹാഫ് BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ബേസ് എത്രയാണ്? ഇവിടുത്തെ കേസിൽ നമുക്ക് ബേസ് എത്രയായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഈ ഹൈറ്റ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ എത്രയാണ് വരുന്നത്? 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 6. ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ. സോ 6 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, കിലോമീറ്റർ പെർ അവർ ആൻഡ് മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് സ്പീഡ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? ഓക്കെ, ഇവിടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കിലോമീറ്റർ പെർ അവർ, ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്? 1000 മീറ്ററാണ്. ഓക്കെ, 1 അവർ എന്ന് വെച്ചാൽ അത് എത്രയാണ്? 60 × 60 സെക്കൻഡാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 5/18 എന്ന് കിട്ടുന്നത്. അപ്പോൾ എ പാർട്ടിന് ഉത്തരം എന്താണ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ്, നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ഇവിടെ പറയാം. 5/18 ആണ് പറയുന്നത്. നാലാമത്തെ ചോദ്യവും ഈ ക്വസ്റ്റ്യൻ ഈ ഗ്രാഫിൽ തന്നെ കിടക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ട്രാവൽസ്. ഓക്കെ, ഈ ചോദ്യം ഇവിടെ മിസ്സായി വന്നതാണ്. നമുക്ക് ചോദ്യം അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാം. എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 മീറ്റർ. ഓക്കെ, അപ്പോൾ റെസ്റ്റിലായിരുന്ന ഒരു കാർ. ഓക്കെ, റെസ്റ്റിലായിരിക്കുമ്പോൾ നമുക്കറിയാം കാറിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഈ കാർ എത്ര ദൂരം സഞ്ചരിച്ചു? 100 മീറ്റർ ദൂരം സഞ്ചരിച്ചു, സ്ട്രെയിറ്റ് ലൈൻ സഞ്ചരിച്ചു. അതിനടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 10 സെക്കൻഡ് സമയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, തന്നിട്ടുള്ള ഡേറ്റ് എടുത്ത് എഴുതുക. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്.
ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്. അതിനുവേണ്ടി എടുത്തേക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? അത് 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ പിന്നെയുള്ള വഴി എന്താണ്? ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് പോവുക. ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും വെലോസിറ്റി ആയിട്ടൊക്കെ കണക്ട് ആവുന്ന ഇക്വേഷനാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. നമുക്കതിൽ യു അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം എത്രയാണ്? 100 ഈസ് ഈക്വൽ ടു യു 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ടി ആയി പറയുന്ന ടേം ഇല്ലാതാവും. അപ്പോൾ അത് വീണ്ടും എഴുതണ്ടല്ലോ. അപ്പോൾ എന്താണ്? പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി എത്രയാണ്? 10. അപ്പോൾ 10ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100 ആണ്. ഓക്കെ, അപ്പോൾ 100ൻ്റെ പകുതി 50 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 100 ഈസ് ഈക്വൽ ടു 50A. അവിടെ നമുക്ക് എന്തെടുക്കാം? എ ഈസ് ഈക്വൽ ടു 100 ബൈ 50, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 50 ഇരട്ടിയാണ്. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് travels with the velocity of 5 meter per second. What will be its velocity after 3 seconds? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അപ്പോൾ തന്നിട്ടുള്ള എടുത്ത് എഴുതുക. യു ഈസ് ഈക്വൽ ടു എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, റെസ്റ്റിലായതുകൊണ്ട്. അത് സഞ്ചരിക്കുന്ന ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എത്രയാണത്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഫൈനൽ വെലോസിറ്റി എത്ര എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു പാടുമില്ല. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിലെ ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 8 ഉപയോഗിച്ചാൽ മതി. യു എന്ന് പറയുന്ന 0 ആണ്, എ എന്ന് പറയുന്ന 5 ആണ്, ഇൻറ്റു ടി. ടി എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണത്? 3 ആണ്. ഓക്കെ, എത്രയാണ്? 3 ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 3 ആണ്. 5 ഇൻറ്റു 3 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളെ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നു. അടുത്ത ചോദ്യം. എ ഗ്രാഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. ഓക്കെ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ പേരെന്ത്? പേര് കൊടുക്കാൻ വൈ ആക്സിസിൽ എന്ത്, എക്സ് ആക്സിസിൽ എന്ത്? ഓക്കെ, വൈ ആക്സിസിൽ എന്ത്, എക്സ് ആക്സിസിൽ എന്ത്? ഓക്കെ, വൈ ആക്സിസിൽ വെലോസിറ്റിയാണ്, എക്സ് ആക്സിസ് ടൈമാണ്. സോ ഗ്രാഫിൻ്റെ പേരെന്താണ്? അത് എ പാർട്ടിൻ്റെ ഉത്തരം എന്താണ്? അതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? അതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് 5th സെക്കൻഡ്. ഓക്കെ, 5 സെക്കൻഡ് ആയപ്പോൾ, ഓക്കെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 സെക്കൻഡ് ആയപ്പോൾ അവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? 5 സെക്കൻഡ് ആയപ്പോൾ അവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ ഇങ്ങനെ ഗ്രാഫ് വരച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5 സെക്കൻഡ് ആയപ്പോൾ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സി പാർട്ട് ചോദിച്ചിട്ടുള്ളത് when does the velocity becomes 16 മീറ്റർ പെർ സെക്കൻഡ്? ഓക്കെ, എപ്പോഴാണ് വെലോസിറ്റി 16 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്? അപ്പോൾ ഇതാണ് 16 മീറ്റർ പെർ സെക്കൻഡ്. ഈ 16 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് മീറ്റ് ചെയ്താൽ മതി, നമുക്കിവിടെ 8 കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത് എപ്പോഴാണ്? 8 സെക്കൻഡ് ആകുമ്പോഴാണത് 16 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത്. ഡി പാർട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 5 സെക്കൻഡ്സ്. ആദ്യത്തെ 5 സെക്കൻഡിൽ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു പാടുമില്ല. എന്ത് ചെയ്താൽ മതി? 5 സെക്കൻഡ് സമയത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡ് മുകളിലോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് നമുക്ക് ഉണ്ട്. ആ ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി പാർട്ടി ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് വി ടി ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ്. അതെന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഞാനിപ്പോൾ അതിനെ ഒ എ ബി എന്ന് വിളിച്ചു. ഓക്കെ, എന്ത് വിളിച്ചു? ഒ എ ബി ആണ്. അപ്പോൾ ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 5 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അത് ഇവിടെ നിന്നാണ് നമുക്ക് 10 കിട്ടിയത്. കണ്ടോ? അപ്പോൾ എത്രയാണ് കിട്ടുന്നത്?
5 × 10. അപ്പോൾ നമുക്കിവിടെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. അപ്പോൾ 5 × 10 100, 100ൻ്റെ 5 × 10 സോറി 50, 50/2. സോ ഏരിയ അല്ലെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് എഴുതാം, നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് തന്നെ എഴുതാം അല്ലേ. എത്രയാണത്? 25 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാർട്ടിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 16ാമത്തെ പോയിന്റിലാണ് കറക്റ്റ് പോയേക്കുന്നത് അല്ലേ. അപ്പോൾ 16ാമത്തെ പോയിന്റിലുള്ള ഫൈനൽ വെലോസിറ്റിയും അതിനടുത്ത സമയവും നമുക്കറിയാം. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഞാനിവിടെ 16 എന്ന് എടുത്തു. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ, 0 ബൈ ടൈം എത്രയാണ്? 8 സെക്കൻഡാണ് എടുത്തേക്കുന്നത്. എത്രയാണ്? 8. ഓക്കെ. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ഇത് 8 മൈനസ് അല്ലേ T2 മൈനസ് T1 എന്നാണ്. 8 മൈനസ് 0 എന്നാണ് ഞാൻ 8 എന്ന് എടുത്തത്. അപ്പോൾ എത്രയാണ്? 16/8 ആണ്. സോ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 16/8 2 m/s² ആണ് നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ഒരു റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ്, വെലോസിറ്റി ഓഫ് എ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. അത് എത്ര എത്തി? 4 സെക്കൻഡ് സമയം ആയപ്പോഴത്തേക്കും അത് 20 m/s എത്തി. 8 സെക്കൻഡ് സമയമായപ്പോൾ അത് 40 m/s എത്തിയെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം മൊത്തം വായിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇതുപോലത്തെ ചോദ്യം നമ്മൾ മുമ്പത്തെ പഴയ ഓൾഡ് SCERT ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എ പാർട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? യൂണിഫോം ആക്സിലറേഷൻ ആണ് അല്ലേ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും 4 സെക്കൻഡ് എത്തിയപ്പോഴും 8 സെക്കൻഡ് എത്തിയപ്പോഴും ഒക്കെ എന്താണ്? ആക്സിലറേഷൻ സെയിം ആണ് അല്ലേ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? V - U ബൈ അല്ലേ T2 മൈനസ് T1 അങ്ങ് കൊടുത്താൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. എത്രയാണ് ഫൈനൽ ആക്സിലറേഷൻ? എത്രയാണ്? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 40 ആണെന്നല്ലേ. അപ്പോൾ 40 മൈനസ് 4 സെക്കൻഡ് ആയപ്പോൾ എത്രയാണെന്ന് പറയുന്നുണ്ട്? 20 എന്ന് പറയുന്നത്. അപ്പോൾ 40 മൈനസ് 20 ബൈ ടൈം എത്രയാണ്? ഫൈനൽ ടൈം 8 മൈനസ് ഇനിഷ്യൽ ടൈം എത്രയാണ്? 4. സോ 40 മൈനസ് 20 എത്ര? 20. 8ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 4. അപ്പോൾ 20/4 ആണ് ഉത്തരം. 20/4 എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ എത്രയാണ്? 5 m/s² ആണ് നമ്മളിവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ പാർട്ട് വാട്ട് ഈസ് ദ വെലോസിറ്റി ആഫ്റ്റർ 2 സെക്കൻഡ്സ്. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര സെക്കൻഡ് ശേഷമാണ്? 2 സെക്കൻഡ് ശേഷമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്ന ഫോർമുല U+AT ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴൊന്നും പറയുന്നുണ്ട്. അപ്പോൾ U നമുക്കറിയാം എത്രയാണ്? 0 m/s ആണ്. ആക്സിലറേഷൻ യൂണിഫോം ആയത് നമുക്ക് തൊട്ടുമ്പത്തെ ചോദ്യത്തിൽ നിന്ന് കിട്ടി. എത്രയാണ്? 5 m/s² ആണ്. ടൈം ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. സോ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. V = എത്ര? 0 + 5 × 2 ആണ്. സോ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കിവിടെ 5 × 2 10 m/s² ആണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. സി പാർട്ട് ചോദിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് 5 സെക്കൻഡിനകത്തുള്ള. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? S = ut + ½ AT² ആണ്. ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 തന്നെയാണ്. ആദ്യത്തെ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഫസ്റ്റ് 5 സെക്കൻഡാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ U 0 ആണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണത്? അത് 5 സെക്കൻഡാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5 m/s² ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 × T. അപ്പോൾ 0 ആയിട്ട് പോകും. അപ്പോൾ എന്താണ്? ½ ഇൻറ്റു ഓക്കെ S = എന്ത് വരും? ½ ഇൻറ്റു A എത്രയാണ്? 5 ഇൻറ്റു T എത്രയാണ്? 5 × സോ S = ½ ഇൻറ്റു 5 ഇൻറ്റു 5² എത്ര? 25. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം നിങ്ങൾ. 62.5 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 62.5 മീറ്റർ എന്ന് കിട്ടും. ഡി പാർട്ട് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. കമൻറ്റ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ്. അതെ, ഇവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന യൂണിഫോം ആക്സിലറേഷനിലാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ യൂണിഫോം ആയിട്ട് കൂടിപ്പോവും. സോ അപ്പോൾ എന്ത് പറ്റും? ഈ ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്? എന്താ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ ഭൂമിയിലോട്ട് വീഴുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ ഭൂമിയിലോട്ട് വീഴുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാം ഭൂമിയിലോട്ട് ഒരു ഒബ്ജക്റ്റ് വീഴുമ്പോൾ ആ ഒബ്ജക്റ്റിന് എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അത് എത്രയാണ്? അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിട്ടുള്ള ആക്സിലറേഷനിലാണ് ഒബ്ജക്റ്റ് വീഴുന്നത്. എന്ന് വെച്ചാൽ എത്ര ദൂരത്തിൽ നിന്ന് വരുന്നു അത്രയും ദൂരം ഓരോ സെക്കൻഡ് സ്ക്വയറിലും 9.8 മീറ്റർ പെർ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്യും? വെലോസിറ്റി കൂടി വരുമെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വെലോസിറ്റി യൂണിഫോം ആയിട്ട് കൂടുന്നു. ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. ഒന്നാമത്തെ ഗ്രാഫിനകത്താണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി കൂടുന്നു. യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ് ഇതാണ്. രണ്ടാമത്തെ എന്താണ്? ഡീസലറേഷനാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഗ്രാഫ് 1 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് travels along a straight line, covers 96 meter in 8 seconds. What is the acceleration of the car? Calculate the velocity of the 6th second. How long will it travel in the first 4 seconds? ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇതുപോലത്തെ ഒരുപാട് ചോദ്യം നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾ ഇവിടെ വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തിട്ട് കമൻ്റായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ ഒന്ന് കൊടുക്കണം. എയുടെ ഉത്തരം എന്താണ്, ബിയുടെ ഉത്തരം എന്താണ്, സിയുടെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ സെയിം ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിടണം. ഹോംവർക്കാണ്. മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. എ കാർ അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ് ഫ്രം 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന വെലോസിറ്റിയിൽ നിന്ന് 5 സെക്കൻഡ് സമയം കൊണ്ട് എത്രയായിട്ട് കൂടി? 15 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. എന്ന് വെച്ചാൽ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു കാറ് സ്റ്റാർട്ടിങ് നമ്മൾ യു ആയിട്ട് എടുക്കുന്ന 5 ആണ്. അപ്പോൾ 5 സെക്കൻഡ് സമയം കൊണ്ട് അത് എത്രയായിട്ട് കൂടി? 15 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടിയെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് v മൈനസ് യു ബൈ ടി ആണ് അല്ലേ? എത്രയാണത്? v മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ v എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 15 മൈനസ് 5/5 ആണ്. 15 5 വെച്ചാൽ 10, 10/5, 10/5 എത്രയാണ്? 10 5 പോയി കഴിഞ്ഞാൽ എത്രയാണത് വരുന്നത്? 2 ആണ്. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ബേസിക് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതാ? ut പ്ലസ് ഹാഫ് AT സ്ക്വയർ കൊടുത്ത് നമുക്കിവിടെ ഉത്തരം കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. SC = u എത്രയാണ്? യു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? 5 ഇൻറ്റു ടൈം എത്ര? 5 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? 2 ഇൻറ്റു ടൈമിൻ്റെ സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 5 ഇൻറ്റു 5 25 പ്ലസ് 2 2 വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 25 എന്ന് വരും. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 50 മീറ്റർ ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ബി പാർട്ട് ചോദ്യമുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ഒബ്ജക്റ്റ്? ഇത് ഏതാണ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന യൂണിഫോം വെലോസിറ്റിയിലാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നേക്കുന്നത് 5 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം. നമുക്ക് ഈ രണ്ടാമത്തെ ഗ്രാഫിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് എടുത്തേക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ പറയുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഗ്രാഫ് 2 ആണ് നമ്മുടെ തന്നിട്ടുള്ളതിൽ വെച്ച് കറക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ എത്ര തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ക്ലാസ്സുകളുണ്ടാവും. നമ്മളതിനകത്ത് ഇനിയും മാക്സിമം നമ്പർ ഓഫ് ചോദ്യം എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. എത്ര ചോദ്യം ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അത്രത്തോളം നമ്മൾ ഈ ടോപ്പിക്ക് തറവാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.